ഹായ്, ഞാൻ പ്രയാഗ മാർട്ടിൻ. എൻ്റെ പുതിയ ചിത്രം ഒരു മുറൈ വന്ന് പാർത്തായയുടെ വിശേഷങ്ങളുമായി ഞാൻ ഫ്ലവേഴ്സ് സ്റ്റാർ ലൈഫിൽ. എല്ലാവരും മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഒരു ബ്രാൻഡ് തന്നെയാണ് ഒരു മുറൈ വന്ന് പാർത്തായ. മണിച്ചിത്രത്താഴിലെ ശോഭന മാം ചെയ്തു വെച്ച നൃത്തരംഗത്തിലെ ഏറ്റവും പോപ്പുലറായ ഒരു ഗാനം കൂടിയാണ് ഒരു മുറൈ വന്ന് പാർത്തായ എന്ന് തുടങ്ങുന്ന ആ ഗാനം. സോ അത് വളരെ പോപ്പുലർ ബ്രാൻഡാണ്, ടാഗ് ലൈനാണ്. തീർച്ചയായും ഒരു മുറൈ വന്ന് പാർത്തായ എന്ന് പറഞ്ഞ സിനിമ വിച്ച് ഇസ് ബീൻ ഡയറക്റ്റഡ് ബൈ സാജൻ കെ മാത്യു. ഈ സിനിമയിൽ പേർപ്പസ്ഫുള്ളി ആണ് എന്താ പറയുക ഈ ഒരു മുറൈ വന്ന് പാർത്തായ എന്ന ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അതിന് അർത്ഥമാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മുറൈ എങ്കിലും കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കണ്ടിരുന്നെങ്കിൽ എന്നാണ് ടൈറ്റിൽ അർത്ഥമാക്കുന്നത്. കഥയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ടൈറ്റിലാണിത്. ഒരു പക്ഷേ കഥ മുഴുവൻ സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ടൈറ്റിലുമായിട്ട് കഥയെ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും അത് ഞങ്ങൾ പോലും ഇത്രയും അതിന് ലൈക്സ് വരുന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം അത് റിലീസിന് മുമ്പ് തന്നെ പാട്ട് ഇത്രത്തോളം ഹിറ്റാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. തീർച്ചയായിട്ടും അഭിനയിക്കുമ്പോഴും ഷൂട്ട് ചെയ്യുമ്പോഴും ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ട് പാട്ടിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ സിനിമ ഇറങ്ങിയിട്ടായാൽ പോലും പ്രേക്ഷകർ ആദ്യം വന്ന് പറയുന്നത് ഈ പാട്ട് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ പാട്ട് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് സ്റ്റോറി ലൈനിൽ. ബിക്കോസ് എന്താ പറയുക, അതിൻ്റെ ദൃശ്യാവിഷ്കരണമായാലും ഇപ്പം ഉണ്ണിയുടെയും എൻ്റെയും എന്താ പറയുക അതിലെ അഭിനയം ആയാലും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയതിൽ. നല്ല രസകരമായി ഷൂട്ട് ചെയ്ത അനുഭവമാണ് എനിക്കുള്ളത് സോങ് ഷൂട്ടിന്. ബിക്കോസ് അതിൽ തന്നെ ഒരു 13 സോങ് കട്ട്സ് എങ്കിലും ഉണ്ടാവും. 13 കുറവാണ്, ഒരു 15-16 സോങ് കട്ട്സ് പോയിട്ടുണ്ട് ആ ഒരു ഹോൾ സോങ്ങിന് വേണ്ടി. ഇറ്റ് വാസ് വെരി ഫൺ ബിക്കോസ് എല്ലാം എന്താ പറയുക ഭാവാഭിനയം കൊണ്ടുള്ള സോങ് കട്ട്സ് ആയിരുന്നു. ഡയലോഗ്സ് ഇല്ല ബിക്കോസ് ഇറ്റ്സ് സോങ് കട്ട്. പക്ഷെ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു അതിലെ പകുതി മുക്കാൽ ക്രെഡിറ്റ്സും പോകുന്നത് ഞങ്ങളുടെ ക്യാമറമാനാണ് ധനേഷ് രവീന്ദ്രനാഥ്. ധനേഷ് ഏട്ടൻ പുതിയ ക്യാമറമാനാണ്. ഹീസ് ന്യൂ ടു ദി ഇൻഡസ്ട്രി, ബട്ട് ഐ തിങ്ക് ഹീസ് ഡൺ എ ക്രെഡിബിൾ ജോബ്. മധുരം കിനിയും നീ എന്നില്ലേണം മഴയേ മെല്ലെ
തീർച്ചയായും ഈ പറഞ്ഞ പോലെ ഫാൻസ് ഒത്തിരി കൂടുതലുണ്ട്. അതുകൊണ്ടിപ്പോൾ എന്താ പറയുക, എന്നോട് ആൾക്കാർക്ക് അസൂയ, പെൺകുട്ടികൾക്ക് അസൂയ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നോട് ആരും വന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ തീർച്ചയായും ഉണ്ണിയെ പറ്റി തിരക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആയാലും കോളേജിൽ ഇപ്പോൾ പോയ അവരായാലും ഉണ്ണി എങ്ങനെയാ എന്നുള്ളൊരു ചോദ്യം പതിവാണ്. ഉണ്ണി ആസ് എൻ ആക്ടർ എന്താ പറയുക, വളരെ അധികം പ്രൊജക്റ്റിൽ വർക്കിൽ ഇൻവോൾവ് ആകുന്ന ഒരു വ്യക്തിയാണ്. വളരെയധികം അതിനുവേണ്ടി കഷ്ടപ്പാടും അതായത് ഹാർഡ് വർക്കും എഫേർട്ടും ഇടുന്നൊരു വ്യക്തി തന്നെയാണ്. എനിക്ക് കുറേ ഉണ്ടായിരുന്നു. ഞാനൊരു ന്യൂ കമ്മറാണ്, പുതുമുഖമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ അധികം പഠിക്കാൻ പറ്റി ഉണ്ണി എന്ന ആക്ടറിൻ്റെ അടുക്കിൽ നിന്നും. ആസ് എ പേഴ്സൺ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഹീസ് എ ജെന്റിൽമാൻ. ചേരാൻ തുടിക്കും കുറെ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പ്രയാഗ പേര് മാറ്റി പ്രയാഗ എന്നിട്ടതാണോ? അത് അസത്യമാണ്. എൻ്റെ പേര് ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങിയ എൻ്റെ പേര് തന്നെയാണ്. പ്രയാഗ റോസ് മാർട്ടിൻ എന്നാണ് എൻ്റെ ഫുൾ നെയിം. എൻ്റെ അമ്മയ്ക്കാണ് ക്രെഡിറ്റ്സ് എല്ലാം പോകുന്നത്. ബിക്കോസ് പ്രയാഗ എന്ന പേര് സെലക്ട് ചെയ്യുന്നത് അമ്മയാണ്. പിന്നെ എന്താ പറയുക, അതൊരു യുണീക്ക് നെയിമാണ്. അലഹബാദ് എന്ന് പറഞ്ഞ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള സ്ഥലത്തിൻ്റെ ഫോമർ നെയിമാണ് പ്രയാഗ്. റിവർ ഓഫ് ലവ്, വേർ 3 rivers കോൺഫ്ലുവൻസ് പോയിന്റ് ആണ്. ത്രിവേണി സംഗമം എന്നൊക്കെ നമ്മൾ ചുരുക്കത്തിൽ പറയുന്ന ഒരു സംഭവമാണ് ഈ പ്രയാഗ് എന്ന് പറയുന്നത്. റിവർ ഓഫ് ലവ് എന്നാണ് എൻ്റെ വേറൊരു അർത്ഥം. അപ്പം എന്താ പറയുക, എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. കാരണം എനിക്ക് കൂടുതൽ കോംപ്ലിമെൻറ്റ്സ് കിട്ടാറില്ല എൻ്റെ പേര് തന്നെയാണ്. ഇപ്പം ഞാൻ പുതുമുഖമാണല്ലോ, അപ്പോൾ ഞാനിങ്ങനെ പ്രേക്ഷകരെന്നെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. എൻ്റെ പേര് എന്താ പറയുക, അറ്റൻഷൻ ഗ്രാബിങ് ആണെന്ന് ഇപ്പോഴാണ് എനിക്ക് എന്താ പറയുക കൂടുതൽ ബോധ്യം വന്നത്. മിഴികൾ മൊഴിയും മധുരം കിനിയും ദൈവം കുറേ അനുഗ്രഹിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ ബ്ലെസ്ഡ് ആയിട്ടാണ് ഉള്ള ഫീലിംഗ് ആണ് എനിക്ക്. മിഷ്കിൻ സാറിൻ്റെ സിനിമയിലൂടെ ഒരു തുടക്കം കിട്ടുക എന്ന് പറഞ്ഞാൽ അതെന്താ പറയുക, അത് തികച്ചും ഭാഗ്യം തന്നെയാണ്. മിഷ്കിൻ സാറിൻ്റെ പടത്തിലൂടെ ഒരു ഓപ്പണിംഗ് കിട്ടുക എന്ന് മാത്രമല്ല, പിസാസ് എന്ന ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത് ബാലാ സാറാണ്, നമ്മുടെ നാഷണൽ അവാർഡ് വിന്നർ, പരദേശിയുടെ ഒക്കെ ഡയറക്ടർ. ബാലാ സാറും മിഷ്കിൻ സാറും ചേർന്ന് കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറ്റവും ഏറെ സന്തോഷിക്കുന്നതും ഞാൻ തന്നെയാണ്. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, ഒരു സ്കൂളിൽ പോയി നമ്മൾ പഠിച്ച് അവിടുന്ന് പാസ്സായി വരുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ഇത് ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും ഞാൻ ഒരു പക്ഷേ ഈ ആൻസർ തന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, സ്കൂളിൽ പോയി പഠിച്ച് വന്ന് പാസ്സായി ആ ഒരു ഫീലിംഗ് എന്താ പറയുക, അതിൽ കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മിഷ്കിൻ സാർ ഒരു ഗ്രേറ്റ് ടീച്ചറാണ്. നമ്മളെ ഒരു ആക്ടർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു പേഴ്സൺ എന്ന നിലയിലും ഒത്തിരി അധികം ഗ്രൂമിങ് എനിക്ക് കിട്ടിയിരുന്നു മിഷ്കിൻ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്തതിനോടൊപ്പം. മാത്രമല്ല ആ എക്സ്പീരിയൻസ് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് തുടക്കത്തിൽ തന്നെ എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ എനിക്ക് കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്.
ഇപ്പോൾ പ്രയാഗ എന്ന് പറയുമ്പോൾ ഒരു യുണീക്ക് നെയിമാണ്. പിസാസിൽ ഞാൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ പേര് ഭവാനി. ഒരു മുறை വന്ന് പാർത്തായിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് പാർവതി. പാവയിൽ ഞാൻ മേരിയാണ്. ഒരേ മുഖത്തിൽ ഞാൻ ഭാമയും. അപ്പോൾ വളരെ വ്യത്യസ്തമായ പേരുകളും മാത്രമല്ല വളരെ ഫെമിനിനായ നെയിംസ് ആണെന്ന് തോന്നുന്നു. ഇതെല്ലാം വളരെ സ്ത്രീ കഥാപാത്രങ്ങൾ, സ്ട്രോങ്. അതിപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്ട്രെങ്ത് ഓഫ് ദ ക്യാരക്ടർ നമുക്കൊരു പ്രേക്ഷകന് അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു ലിസണറിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സും. അത് തികച്ചൊരു ഭാഗ്യം ആണെന്ന് തന്നെ പറയാം. കാരണം ഭവാനി ആയിക്കോട്ടെ, പാർവതി ആയിക്കോട്ടെ, മേരിയും ഭാമയും ഇവർക്കെല്ലാവർക്കും അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. മാത്രമല്ല ഇവരെല്ലാവരും ഡിഫറെൻ്റ് ആണ്. പാർവതി ഭവാനിയിൽ നിന്നും കുറേ ഡിഫറെൻ്റ് ആണ്, ഭവാനി മേരിയിൽ നിന്നും, മേരി ഭാമയിൽ നിന്നും. പക്ഷേ എന്താ പറയുക, ഇവരൊക്കെ ഇപ്പം ഞാൻ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന എൻ്റെ കഥാപാത്രത്തിന് നിന്നും എന്തെങ്കിലും നമുക്കൊരു പ്രേക്ഷകനെ കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ ഈ കഥാപാത്രം ഇൻസ്പയറിങ് ആവാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടോ ആ കഥാപാത്രത്തിൽ നിന്നും, എന്തെങ്കിലും ഉൾക്കൊള്ളാനുണ്ടോ കഥാപാത്രം. ഇതാണ് ഞാൻ ആദ്യം നോക്കാറുള്ള ഒരു കാര്യം. എന്തൊക്കെ ക്വാളിറ്റീസാണ് ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭവാനി ചെയ്യുമ്പോഴായാലും മേരി, പാർവതി, ഭാമ കുറേയധികം ക്വാളിറ്റീസ് ഉള്ള ക്യാരക്ടേഴ്സാണ് ഇവർ 4 പേരും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക സ്പോട്ട് ഓൺ ആയിട്ട് എനിക്ക് കാണാൻ സാധിച്ചതും. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഓൺ സ്ക്രീൻ പ്രസൻറ്റ് ചെയ്യാൻ ഒരു എന്താ പറയുക ഉള്ളിൽ ശരിക്കൊരു ഇഷ്ടവും ഇൻട്രസ്റ്റും തോന്നി. ഷർമിൻ ചേച്ചി ഞാൻ നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ മാത്രമല്ല, ടീം എല്ലാവരുമായിട്ടും നല്ല കോപ്പറേഷനാണ് ഷർമിൻ ചേച്ചിക്ക്. ഷർമിൻ ചേച്ചിയാണ് അത് എന്താ പറയുക ഫോർഹാൻഡായിട്ട് നിന്നതും എന്താ പറയുക ഒത്തിരി ഹെൽപ്പ് ചെയ്തതും കോപ്പറേറ്റ് ചെയ്തതും എല്ലാം. അപ്പം ചേച്ചിയുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും വലിയൊരു ഇത് തന്നെയായിരുന്നു. പാലക്കാട്, കൊല്ലങ്കോട് ആ ഒരു സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. വളരെ ചൂടുള്ള സമയമായിരുന്നു. പക്ഷേ അതിനേക്കാൾ ചൂടുള്ള സമയത്തിന് മുമ്പേ ഞങ്ങൾ അവിടുന്ന് ഷൂട്ടിംഗ് പാക്കപ്പായി പോയിരുന്നു. എനിക്ക് സൺബേണൊക്കെ കിട്ടിയിരുന്നു, സൂര്യാഘാതമൊക്കെ എനിക്ക് ഏറ്റിരുന്നു അതിൻ്റെ വെയിലിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കാരണം. പക്ഷെ അതൊന്നും നമ്മൾ ഷൂട്ടിങ്ങിനിടെ നമ്മൾ കാര്യമാക്കേ ഇല്ല. ഒരു പക്ഷേ അത്രയും നല്ലൊരു ടീമിൻ്റെ കോപ്പറേഷനും ടീം എഫേർട്ടും കാരണം ചെറിയ ചെറിയ ഈ കാര്യങ്ങളൊന്നും, അതായത് നമ്മുടെ ക്യാമറാമാനിന് അവിടെ പാടത്തും വരമ്പത്തും ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ ചെറിയ ചെറിയ പുല്ലുകളും മുള്ളും അതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് ഹേർട്ടായിട്ടൊക്കെ ഉണ്ട് കുറേ പേര് ഞങ്ങളുടെ ടീമിൽ തന്നെ. പക്ഷെ അതൊന്നും ഞങ്ങൾ വലിയ കാര്യമാക്കിയേ ഇല്ല. കാരണം ഒത്തിരിയധികം ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്താ പറയുക, ഒത്തിരി അധികം എഫേർട്ട് എടുത്തിട്ടുണ്ട് മൂവി നന്നാക്കാൻ വേണ്ടി. അപ്പം അതുപോലെ അത്രയും എന്താ പറയുക എഫേർട്ട് എടുത്തിരിക്കുന്നത് കാരണം മൂവി നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.
കുടുംബത്തിൻ്റെ കലാപാരമ്പര്യം തീർച്ചയായിട്ടും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആസ് ഇൻ എനിക്ക് ഇൻസ്പിറേഷൻ എന്നതിലുപരി എനിക്ക് കുറേ കൂടി ഇൻഫ്ലുവൻസ് എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയാലും അമ്മയായാലും എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ഫാദറിൻ്റെ ഫാദർ EJ പീറ്റർ, അപ്പാപ്പ ഇന്ന് ജീവിച്ചിരിപ്പില്ല, പക്ഷെ അപ്പാപ്പ 80s പ്രൊഡ്യൂസറായിരുന്നു. മണിയംപിള്ള അഥവാ മണിയംപിള്ള, ഇഷ്ടമാണ് പക്ഷേ, ഇത് അപ്പാപ്പ പ്രൊഡ്യൂസ് ചെയ്ത 2 പടങ്ങളാണ്. അങ്ങനൊരു പാരമ്പര്യമുണ്ട്. അതുകൂടാതെ എൻ്റെ അമ്മ ഡാൻസും പാട്ടും, അമ്മ കലാതിലകമായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ for 3 times. സോ അതും ഉണ്ടാവാം. അമ്മയിൽ നിന്നും ആയിരിക്കാം എനിക്ക് ആ ഒരു ഡാൻസിനോടും പാട്ടിനോടും അതിലുപരി ആർട്സിനോട് തന്നെ ഒരു ചായ്വ് ഉണ്ടായത്. അപ്പയും സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ കുടുംബത്തോട് അങ്ങനെ സിനിമയെ ഇഷ്ടപ്പെടുന്ന, ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന കൂട്ടർ തന്നെയാണ്. പക്ഷേ സിനിമയിൽ ഞാൻ വരുന്നത് തികച്ചും യാദൃശ്ചികമായി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ വളരെ കുഞ്ഞുനാൾ തൊട്ടേ എനിക്ക് സിനിമ ഒത്തിരി ഇഷ്ടമുള്ളൊരു മേഖലയായിരുന്നു. പക്ഷെ അന്നൊന്നും സിനിമ അല്ലെങ്കിൽ അഭിനയത്തെ സീരിയസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഒരു പക്ഷേ മോഡലിങ്ങും പ്രിൻ്റ് ആർട്സ്, മോഷൻ ആർട്സ് ഒക്കെ ഞാൻ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് 12th കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് മിഷ്കിൻ സാറിൻ്റെ പിസാസ് വരുന്നത്. പിസാസ് ചെയ്തത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഒരു തീരുമാനം എടുത്തത്, ഇതിനെ സീരിയസ് ആയിട്ട് കാണാമെന്ന്. അതിന് ശേഷമാണ് പാവയും, ഒരു മുறை വന്ന് പാർത്തായും, ദേപ്പ് ചെയ്യുന്ന ഒരേ മുഖവും വന്നത്. അരികിൽ പതിയെടനെഞ്ചാരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീണം. മഴയേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ സെയിൻറ്റ് തെരേസസിൽ ഞാൻ 2nd ഇയർ BA കമ്മ്യൂണിക്കേറ്റീവിന് പഠിക്കുന്നു, ഡിഗ്രിക്ക്. വലിയ സപ്പോർട്ടീവാണ് കോളേജ്. പിന്നെ കോളേജിന് ഇതൊരു എന്താ പറയുക, ആദ്യത്തെ ഒരു കാഴ്ചാനുഭവമല്ല. അസിൻ തൊട്ട് എത്രയോ ഹൈ പൊസിഷൻസിലും പ്ലേസസിലും എത്തിയിരിക്കുന്നു അവിടെ പഠിച്ച സ്റ്റുഡൻസ്. അപ്പോൾ ഞാൻ അതിൽ ഒരാൾ മാത്രം, വളർന്നു വരുന്നൊരു പുതുമുഖം എന്ന നിലയിൽ വളരെയധികം സപ്പോർട്ടീവാണ് കോളേജും പ്രിൻസിപ്പളും. മാത്രമല്ല എൻ്റെ ടീച്ചേഴ്സും, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും തിരക്കാറുണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെ പോകണു, അടുത്തത് എന്താണ് എന്നൊക്കെ തിരക്കാറുണ്ട്. നല്ല നല്ല ഫീഡ്ബാക്ക് തരാറുണ്ട്, ഓണസ്റ്റ് ആയിട്ടുള്ള. അതായത് ക്രിറ്റിസിസം ആകട്ടെ, അതൊരു കോംപ്ലിമെൻ്റ് ആകട്ടെ, എല്ലാം ഫ്രം ദ ഹാർട്ട്, എന്താ പറയുക, തുറന്നു പറയുന്ന കൂട്ടരാണ് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിൻറ്റ് തെരേസസിൽ പഠിക്കാൻ പറ്റിയതും എന്താ പറയുക, മേ ബി അത് ഡിസ്റ്റൈൻഡ് ആയിരിക്കാം. അവിടെ ഒരു നല്ലൊരു പാരമ്പര്യം ഉള്ളതാണ്, എല്ലാവരും സിനിമയിൽ വന്ന് ശോഭിച്ചതായിട്ടുള്ളത് ആയിട്ട്. സോ അതും ഒരു നല്ല ഇതിൽ തന്നെ നല്ലൊരു സൈനായിട്ട് തന്നെ ഞാൻ എടുക്കണം. വീട് ഇത്രയും നന്നായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അപ്പയ്ക്കും അമ്മയ്ക്കും ഈക്വലായിട്ട് പോകുന്നുണ്ട്. കാരണം എൻ്റെ അപ്പ ഒരു ബിൽഡറാണ്, ഈസ് ഓൾസോ ഇൻറ്റീരിയർ ഡിസൈനിങ്. അമ്മ ഹോം മേക്കറാണ്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്മയ്ക്കും എനിക്കും ആർട്ടിനോടൊക്കെ വലിയ ഇഷ്ടമുള്ള കൂട്ടരാണ് ഞങ്ങൾ. അപ്പോൾ അമ്മയ്ക്ക് ഒരു ബേസിക് ആർട്ട് സെൻസ് ഉണ്ട്. സോ അമ്മയും അപ്പയും കൂടി ചേർന്നാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത്. അഭിനയത്തെ ഞാൻ മലയാളം, തമിഴ്, തെലുങ്ക് എന്ന് പറഞ്ഞ് വേർതിരിച്ച് കാണുന്നില്ല. നല്ല കഥകൾ വന്നാൽ എവിടെയായാലും ചെയ്യും. നല്ല സ്ക്രിപ്റ്റ്, ഇൻസ്പയറിംഗ് ആയി. മാത്രമല്ല, ഞാൻ കഥ കേൾക്കുമ്പോൾ ഒരു അഭിനേത്രി അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന പെർസ്പെക്റ്റീവിലോ പോയിന്റ് ഓഫ് വ്യൂവിലും മാത്രമല്ല കഥ കേൾക്കാറുള്ളത്. ഞാൻ ഓഡിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്നും കഥ കേട്ട് കഥ അങ്ങനെയാണ് ഒരു സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നാളെ അത് സിനിമയായിട്ട് വരുന്നത്, നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത് തന്നെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. അപ്പോൾ നാളെ അത് സിനിമയായിട്ട് വരുമ്പോഴും പ്രേക്ഷകർ അത് എൻജോയ് ചെയ്യണം. ഞാൻ എന്ത് കണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നോ അതുപോലെ തന്നെ കണ്ട് ഇഷ്ടപ്പെടണം എന്നാണ് എൻ്റെ ഒരു
എൻ്റെ ഒരു ആഗ്രഹം പ്രേക്ഷകർ. അപ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കി തന്നെയാണ് ഞാൻ എപ്പോഴും ഒരു ചിത്രം സെലക്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ റിലീസിനുള്ളത് അടുത്ത റിലീസായിരിക്കുന്ന ഒരു മുറേ വന്ന് പാർത്തായാണ്. തികച്ചും ഒരു വ്യത്യസ്തമായൊരു കഥയാണ്. ഡിഫറൻസ് തന്നെയാണെന്ന് തോന്നുന്നു. ഒരു മുറേ വന്ന് പാർത്തായ കഥയിലെ ഡിഫറൻസ് ആണ് അതിൻ്റെ ഹൈലൈറ്റ്. കാരണം എൻ്റെ ക്യാരക്ടറായാലും ഞാൻ എപ്പോഴും മലയാളത്തിൽ നോക്കിയിരുന്ന ഒരു നല്ല ലോഞ്ചിന് വേണ്ടിയായിരുന്നു. കാരണം തമിഴിൽ എനിക്ക് ദൈവാനുഗ്രഹത്താൽ എനിക്ക് നല്ലൊരു ലോഞ്ച് കിട്ടി, മിഷ്കിൻ സാറിൻ്റെ പിസാസിലൂടെ ഭവാനിയായിട്ട്. അതുപോലെ തന്നെ ഒരു ലോഞ്ചിന് വേണ്ടി ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ കുറച്ചൊരു സമയം എടുത്തിരുന്നു ഞാൻ നല്ലൊരു ലോഞ്ചിന് വേണ്ടി. അങ്ങനെയാണ് പാവ കമ്മിറ്റ് ചെയ്യുന്നത്. മേരി എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ ഒരു നല്ല സെയിൻറ്റ്ലി ക്യാരക്ടറാണ്. അത് കഴിഞ്ഞിട്ട് പാർവതി ഞാൻ കമ്മിറ്റ് ചെയ്തു. ഇപ്പം ഇറങ്ങിയിരിക്കുന്ന ആദ്യം റിലീസായിരിക്കുന്ന ഒരു മുറേ വന്ന് പാർത്തായാണ്.